ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അബാക്കസ് ടീച്ചർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഒരു അബാക്കസ് ടീച്ചറാണ്. എൻ്റെ പേര് സ്മിജ. ഓക്കെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ എല്ലാവർക്കും ഏറെക്കുറെ ഡൗട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെ എന്തിനു ജോയിൻ ചെയ്യിക്കണം, ഇവർ ഇത്രയും ടൈം ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലാണ്, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളിൽ പാരൻസ് കുറേ കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ അവർക്കുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് അബാക്കസ് എന്ന് പറഞ്ഞ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. നമ്മുടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ, ലേണിംഗ്, ലിസണിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ, സ്പീഡ്, ആക്യുറസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇമാജിനേഷൻ പവേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും, റൈറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് അബാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ അബാക്കസിൻ്റെ ജൂനിയർ അബാക്കസ് LKG UKG അതുപോലെ LKGയിൽ ചേരാൻ പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള കുട്ടികൾ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കുള്ള ജൂനിയർ അബാക്കസിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ട്, അതുപോലെ തന്നെ ഈ LKG UKG ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ഞാൻ മുന്നേ ചെയ്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഈ ഒരു സീനിയറിൻ്റെ അബാക്കസിൻ്റെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സീനിയർ അബാക്കസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മെയിൻലി 2 കോഴ്സുകളാണ് വരുന്നത്, ജൂനിയർ അബാക്കസും സീനിയർ അബാക്കസും. അതിൻ്റെ ഡ്യൂറേഷൻ ഡിഫറെൻ്റ് ആയിട്ടും വരുന്നുണ്ട്, വെക്കേഷൻ കോഴ്സുകളായിട്ടും വരുന്നുണ്ട്, എല്ലാ തരത്തിലും അങ്ങനെ ഒരുപാട് കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ സീനിയർ അബാക്കസ് അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. സീനിയർ അബാക്കസ് എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആണ്, ഡ്യൂറേഷൻ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. സീനിയർ അബാക്കസിൽ എന്തൊക്കെയാണ് വരുന്നത്? സീനിയർ അബാക്കസ് പൊതുവേ ഇപ്പോൾ ബി-സ്മാർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ ലെവൽസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മുതൽ ഒരു 4th ലെവൽ വരെ അബാക്കസിൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് 5th മുതൽ 7th ലെവൽ വരെ, 5th 6th ലെവലിൽ നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. 7th മുതൽ നമ്മൾ ഡിവിഷൻ പഠിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സിസ്റ്റം പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് ലെവൽ ഏറ്റവും ബേസിക് ലെവലാണ്. ജൂനിയർ അബാക്കസ് പഠിച്ച കുട്ടികൾക്ക് ഫസ്റ്റ് ലെവൽ പഠിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ അങ്ങനെ കുഞ്ഞു കുട്ടികളെ പെട്ടെന്ന് ഫസ്റ്റ് ലെവലിലേക്ക് എത്തിക്കാറില്ല. ഇപ്പോൾ ജൂനിയർ അബാക്കസ് കഴിഞ്ഞതിന് ശേഷം സീനിയർ അബാക്കസ്ക്ക് പോകുന്നതാണ് കുട്ടികൾക്ക് ഒന്നും കൂടി അവരുടെ അടിത്തറ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ സീനിയർ അബാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 2nd സ്റ്റാൻഡേർഡ് മുതൽക്കുള്ള കുട്ടികൾക്കാണ് പ്രിഫർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ ജൂനിയർ അബാക്കസ് പഠിച്ച് അവർക്ക് ഓക്കെ ആണെങ്കിൽ, അവർ വില്ലിങ് ആണെങ്കിൽ സീനിയർ അബാക്കസിലേക്ക് പോകാം. ദാറ്റ്സ് ബെറ്റർ. ദെൻ ഒരു 2nd സ്റ്റാൻഡേർഡ് മുതൽക്ക് 8th 9th 10th വരെയുള്ള സ്റ്റുഡൻസിനാണ് സീനിയർ അബാക്കസ് ഞാൻ പ്രിഫർ ചെയ്യാം. പിന്നെ വലിയ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ, പഠിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതേ ഫസ്റ്റ് ലെവലിൻ്റെ ബുക്സാണ് കാണിച്ചു തരുന്നത്. സോ ഇത് ബി-സ്മാർട്ട് അബാക്കസിൻ്റെ ഫസ്റ്റ് ലെവലിൻ്റെ ഫസ്റ്റ് ബുക്കും A ബുക്കും B ബുക്കുമാണ്, ആൻഡ് ഇൻക്ലൂഡിങ് ഇതിൻ്റെ ഒരു ടൂളും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ലെവലിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് ആദ്യം നോക്കാം. നമുക്ക് ബി-സ്മാർട്ട് അബാക്കസ് അല്ലെങ്കിൽ അബാക്കസിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്പീഡ് ആൻഡ് ആക്യുറസി. സ്പീഡ് ഏറ്റവും കൂടുതൽ കൂടുക, അതായത് 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് 1.5 മിനിറ്റ് 2 മിനിറ്റ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിലേക്ക് 100 ക്വസ്റ്റ്യൻ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. 100 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിരിക്കും, അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സാണ് ഉണ്ടായിരിക്കാം. കുട്ടികൾക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ലെവലുകൾ ഇതായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അബാക്കസിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അബാക്കസിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ബീഡ്സ്, ഓഫ് കോഴ്സ് ബീഡ്സ് പഠിപ്പിക്കും, ബീഡ്സ് ഡ്രോ ചെയ്യാൻ പഠിപ്പിക്കും, അതിനുശേഷം ബീഡ്സ് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കും. നമ്മൾ വേഗം ബീഡ്സ് കൗണ്ട് ചെയ്യാൻ കണ്ടോ, 15 ഡിജിറ്റ് ഉള്ള പ്രോബ്ലംസാണ് ഇതിൽ, 15 പ്രോബ്ലംസാണ്. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിച്ച് അങ്ങനെ പോയി പേജ് നമ്പർ 22 എത്തുമ്പോൾ നമ്മൾ 2 ഡിജിറ്റിലേക്ക് കിടക്കും. 2 ഡിജിറ്റ് കൗണ്ട് ചെയ്യാൻ പഠിച്ച് വീണ്ടും നമ്മൾ കിടക്കുന്നത് ഫോർമുലാസിലേക്കാണ്. കുറച്ച് ഫോർമുലാസ് നമുക്ക് പഠിക്കേണ്ട, ഒരു 34 ഫോർമുലാസ് പഠിക്കാനുണ്ട്. ആ ഫോർമുലാസ് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സംഭവം അബാക്കസ് കുറച്ചും കൂടി ഈസി ആയിട്ട് വരാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഓരോ ഫോർമുലാസ് ഇതാണ് അഡീഷൻ ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും.
സ്മോൾ ഫ്രണ്ട്, അഡീഷൻ, ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ സ്മോൾ ഫ്രണ്ട് പഠിക്കാണ്ട്, ബിഗ് ഫ്രണ്ട് പഠിക്കാണ്ട്, കോമ്പിനേഷൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഫ്രണ്ടും ബിഗ് ഫ്രണ്ടും കൂടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പഠിക്കേണ്ടായിരിക്കും. ദെൻ അത് കഴിഞ്ഞ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതേണ്ട 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ അത് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഫസ്റ്റ് നമുക്ക് 8 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഇത് ഫസ്റ്റ് ചെയ്യുന്ന കുട്ടി എന്തായാലും ഒരു 20-25 മിനിറ്റ് ടൈം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇതേ ബുക്കിൽ മൊത്തം ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. ഒരു ഫോർമുല പ്രോബ്ലം, അതുപോലെ തന്നെ ഒരു 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് കംപ്ലീറ്റ് ചെയ്ത കുട്ടി അടുത്തത് കിടക്കാൻ വേണ്ടി പോകുന്നത് ബി സ്മാർട്ടിൻ്റെ നെക്സ്റ്റ് ബി ബുക്കിലേക്കാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. ബി ബുക്കിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ സെയിം ഫോർമുല പേജ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് 100 മാർക്സ്, ഫോർമുല പേജ് 100 മാർക്സ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇതിൽ അതുപോലെ 15 നമ്പേഴ്സ് വരുന്ന പ്രോബ്ലം ഉണ്ട്. ഇത് ഓറലാണ്. ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിക്കുന്ന വീഡിയോസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതാണ്, ഇതിലൊരു 2 ഡിജിറ്റ് ആൻസർ വരുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഇത് അവർ ഓറൽ ചെയ്യാനും കൂടെ വില്ലിങ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെവലിൻ്റെ ബുക്സ് വരുന്നത്. ഈ 2 ബുക്കാണ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ പഠിപ്പിക്കുക. അപ്പോൾ ജൂനിയർ അബാക്കസിൻ്റെ വെക്കേഷൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. സീനിയർ അബാക്കസിൻ്റെ വെക്കേഷൻ കോഴ്സ് അവൈലബിൾ ആണ്. ജൂനിയർ അബാക്കസിൻ്റെ വെക്കേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഐറ്റംസ് ആണ് ജൂനിയർ അബാക്കസിൻ്റെ ബുക്ക്, ജൂനിയർ അബാക്കസ് ടൂൾ, ദെൻ സീനിയർ അബാക്കസിൻ്റെ 2 ബുക്സ്, ഫസ്റ്റ് ലെവലിൻ്റെ 2 ബുക്സും അതുപോലെ തന്നെ സീനിയർ അബാക്കസിൻ്റെ ടൂളും. ഇത്രയും അടങ്ങിയ ഒരു സെറ്റാണ് നമ്മൾ ജൂനിയർ അബാക്കസിന് പ്രൊവൈഡ് ചെയ്യുന്നത്, വെക്കേഷൻ കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും വെക്കേഷൻ കോഴ്സ് എൻക്വയറീസ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു മടിയും വേണ്ട. ഈ സംസാരിക്കുന്ന ആൾ തന്നെയാണ് ഫോണിൽ വിളിക്കുമ്പോഴുണ്ടാവുക. അതിന് 100% ഗ്യാരണ്ടി. ദെൻ എന്താ പറയുക, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ടൈമും അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ബൈ, ടേക്ക് കെയർ.